ഈ രാവിലെ റിയാദിലോട്ടൊന്ന് കയറാൻ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഈ ദിറാവ് പാർക്കിങ്ങിൽ നമ്മൾ ഒന്ന് റിയാദിലോട്ട് കയറാൻ വലിയ പാടാണ്. ഇവിടെ വണ്ടികളെല്ലാം കുത്തലാണ് രാവിലെ സമയം. ഇപ്പോൾ രാവിലെ 1 മണിയായി, രാത്രി ഇവിടെ വന്ന് കിടന്നുറങ്ങി, 2-3 മണിക്കൂർ ഉറങ്ങി. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വണ്ടികൾ നമ്മുടെ ക്യാബിനൊക്കെ പൊട്ടാൻ ഭയങ്കര ചാൻസ്. ലെഫ്റ്റും റൈറ്റും ഒക്കെ നോക്കി വളരെ സൂക്ഷിച്ച്, അല്ലെങ്കിൽ വണ്ടിയുടെ ക്യാബിനൊക്കെ പൊട്ടും, സൈഡ് ഗ്ലാസ്സൊക്കെ പൊട്ടും. ലെഫ്റ്റും റൈറ്റും നോക്കണം. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഈ വീഡിയോ ഉണ്ടാക്കിയതാണ്. ഭയങ്കര പാടാണ് രാവിലെ വണ്ടി ഒന്ന് വെളിയിൽ ഇറക്കാൻ, വലിയ പാടാണ്. ഇവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോലീസുകാർ വന്ന് ഈ പാർക്കിംഗ് ഓപ്പൺ ചെയ്യും. 11:30 ടൈം. പിന്നെ പോലീസുകാർ വരുന്നത് പോലെ അവരാ വന്ന് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്ത് വലിയ പാടാണ്. ഒന്ന് ശ്രദ്ധിച്ചോണം നിങ്ങൾ. തുടക്കക്കാരൊക്കെ ഈ പാർക്കിങ്ങിൽ നിന്ന് വന്ന് റിയാദിലോട്ട് കയറുമ്പം, ഞാനിന്നലെ ജിദ്ദയിൽ വന്നതാണ്. പിന്നെ ഇവിടെ രാത്രി വന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ 1 മണി കഴിഞ്ഞു. രാവിലെ 1 മണിയൊക്കെ കഴിഞ്ഞെടുക്കുമ്പം ഇച്ചിരി ഒരു എളുപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നേരത്തെ ആദ്യമേ കൊണ്ടുവന്ന് നമ്മൾ പാർക്ക് ചെയ്യണം. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. വൈകിട്ടൊക്കെ ഒരു 5 മണിക്ക് 6 മണിക്ക് ഇവിടെ കയറുവാണെങ്കിൽ പാർക്കിങ്ങിൽ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടിടണം. എന്നിട്ട് പെതുക്കെ എടുക്കണം. അല്ലേ പാടാണ്. ഇവിടെ മിക്കവാറും എന്നും രാവിലെ ഒരു വേളമുണ്ട്. ഏതെങ്കിലും വണ്ടി തട്ടും, ട്രാഫിക് ജാമാവും, പ്രശ്നങ്ങളാവും. അതുകൊണ്ട് വണ്ടി തട്ടാതെ ഒന്ന് സൂക്ഷിക്കുക. ഇപ്പോൾ ഈ പാർക്കിംഗ് ഇച്ചിരി ഇവർ മെച്ചപ്പെടുത്തി ഇച്ചിരി വൃത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ വലിയ പാടാണ്. ഈ പ്രശ്നമില്ലാതെ വെളിയിൽ പോകണമെങ്കിൽ ഒന്നേ നമ്മൾ വൈകിട്ട് നേരത്തെ വരുവാണെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ രാത്രി ഒരു 2 മണിക്കോ 1 മണി കഴിഞ്ഞതിന് ശേഷം എടുക്കുക. അന്നേരം ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങിപ്പോകാം. ഇപ്പോഴും ഭയങ്കര ട്രാഫിക്കാണ്. 5 മണിക്ക് മുമ്പ് നമ്മൾ ക്യാമറ പാസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായാലും ഒരു 4 മണിക്ക് മുമ്പ് നമ്മൾ ക്യാമറ പാസ് ചെയ്ത് വെളിയിൽ പോകണം. എന്നാലും നമുക്ക് റിയാദ് പാർ ചെയ്ത് ദമാമിലേക്കോ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുത്തൻ കുറ്റി കയറുന്നു. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോൾ 5:30 ആകുമ്പോൾ ഇവർ വന്ന് പോലീസുകാർ വന്ന് ഈ പാർക്കിംഗ് അടയ്ക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവനെ എങ്ങനെയാലും വെളിയിൽ ഇറക്കുക. അപ്പോൾ പറ്റിയ ടൈം 1 മണി അല്ലെങ്കിൽ 2 മണി. ആ സമയത്തൊക്കെ എടുത്ത് നമുക്ക് ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് ക്യാമറ പാർ ചെയ്ത് വെളിപ്പാം. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക കൂട്ടാൻ. ഈ ബമ്പർ ടു ബമ്പർ വെക്കുമ്പോഴും സത്യണം കുണ്ടും കുഴിയുണ്ട്. വണ്ടി ചിലപ്പം പുറമോട്ട് വരും, നമ്മുടെ ക്യാബിൻ ചിലപ്പം പൊട്ടിപ്പോവും. അതുകൊണ്ട് അതും ഒന്ന് സൂക്ഷിക്കണം. ബമ്പർ ടു ബമ്പർ വെക്കുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുക, സൈഡ് നോക്കുക. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ക്യാമറ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ഒന്ന് നോക്കുക കൂട്ടുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. താങ്ക് യു. എന്തായാലും രക്ഷപ്പെട്ടു. രാവിലെ ഇനി വെളി വന്നു. ഇനി ക്യാമറ ഇച്ചിരിയുടെ മുമ്പിലാണ് ക്യാമറ.